ഏകദേശം ഒരു 6 വർഷം മുമ്പ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നമ്മളെ കോൺടാക്ട് ചെയ്യും. അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോയിലുള്ള 3 ഫണ്ടുകൾ, ഒരു ലാർജ് ക്യാപ് ഫണ്ട്, ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ട്, ഒരു ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് ആണ് അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ആ SIP വളരെ തെറ്റില്ലാത്ത രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ 2024 ഒക്ടോബറിന് ശേഷം അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും അതിൽ കാണുന്നതായിട്ട് കണ്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ വീണ്ടും കോൺടാക്ട് ചെയ്തിട്ട് എന്നാലൊരു കാര്യം ചെയ്യാം, സ്റ്റോക്ക് മാർക്കറ്റിലുള്ള അല്ലെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ടുകളിലുള്ള SIP ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം, എന്നിട്ട് ഒന്ന് പൈസ അവിടെ ഹോൾഡ് ചെയ്തതിനു ശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ഒരു ചോദ്യം, അത് ഓക്കെ ആണോ എന്നുള്ളൊരു ചോദ്യമാണ് എന്നോട് ചോദിച്ചത്. SIP നിർത്തുന്നത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിക്കുക, ഒരു പാത്രമുണ്ട്, ഒരു വലിയൊരു പാത്രമുണ്ട്. ആ പാത്രത്തിലേക്ക് ചെറിയ പാത്രം കൊണ്ട് നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ചെറിയ പാത്രത്തിൽ ഒഴിക്കുന്നത് SIP ആയിട്ടും നമ്മൾ ഈ വലിയ പാത്രത്തിനെ നമ്മുടെ ടോട്ടൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റുമായിട്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ചെറിയ പാത്രത്തിൽ നിന്നുള്ള ഈ വെള്ളം മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ പോലെ കൂടി വരികയാണ് ചെയ്യുന്നത്. ഈ SIP നിർത്തിയാലും ഇതിലുള്ള വെള്ളം അല്ലെങ്കിൽ ഇതിലുള്ള യൂണിറ്റുകൾ അതുപോലെ തന്നെ ഇരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് മാത്രമല്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാവുന്ന ചാഞ്ചാട്ടങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ പൈസ കൂടുന്നതും കുറയുന്നതിനും അനുസരിച്ച് ഈ വെള്ളത്തിന്റെ അല്ലെങ്കിൽ ഈ യൂണിറ്റുകളുടെ വില കൂടുകയും കുറയുകയും ചെയ്യും. അതിനനുസരിച്ചുള്ള അതിനുള്ള മൂല്യം അവിടെ കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കും.